ലോകത്തിലെ ഏറ്റവും അറിയപ്പെട്ട ഒരു സഞ്ചാര കേന്ദ്രമാണ് തായ്ലാൻഡ്. വിനോദസഞ്ചാര കേന്ദ്രം എന്നൊക്കെ നമ്മൾ പറയില്ലേ. ആ ഒരു രാജ്യത്തേക്ക് ഒരു വണ്ടിപ്രാന്തൻ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഫ്ലൈവീൽസ് ഇന്ത്യ എന്ന് പറയുന്ന കേരളത്തിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള സെക്കൻഡ് ഹാൻഡ് പ്രീമിയം, അതായത് ഓൺഡ് കാർ ഡീലർഷിപ്പ് സ്പോൺസർ ചെയ്യുന്ന കാർ ഹണ്ടിൻ്റെ സീസൺ 2 ഏറ്റവും അവസാനത്തെ വീഡിയോ ആണിത്. അതായത് തായ്ലാൻഡിലേക്കാണ് നമ്മൾ സീസൺ 2 പോയിട്ടുണ്ടായിരുന്നത്. ഫ്ലൈവീൽസ് ഇന്ത്യയും തായ്ലാൻഡും തമ്മിൽ കണക്റ്റഡ് ആണ്. കാരണം തായ്ലാൻഡിൽ നമ്മൾ പോയ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാനുകളാണ്. അതായത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും അതുപോലെ ഗസ്റ്റുകളെ ട്രാൻസ്പോർട്ട് ചെയ്യാനാണെങ്കിലും നമുക്ക് ക്യാബ് സർവീസ് പോലെ നമ്മൾ വാങ്ങുകയാണെങ്കിലും നമുക്കവിടെ കിട്ടുക ഒരുപാട് വാനുകളാണ്. ഫ്ലൈവീൽസ് ഇന്ത്യയിലും ഒരുപാട് വാനുകൾ കേരളത്തിൽ വിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പം ഇന്നത്തെ വീഡിയോയോട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തായ്ലാൻഡിൻ്റെ ഓട്ടോമൊബൈൽ സംസ്കാരത്തെക്കുറിച്ചാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ക്ഷമാപണം പറയുകയാണ്. നമ്മൾ തായ്ലാൻഡിലേക്ക് പോയ സമയത്ത് എനിക്ക് അവിടുത്തെ ഒരു ജങ്ക്യാർഡ് എന്ന് പറഞ്ഞിട്ട് ബാങ്കോക്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള എന്നാൽ കുറച്ചൊരു ഹിഡൻ, അധികം ആരും അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ പോകണം എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്തു. പക്ഷേ ആ ഒരു സ്ഥലം എവിടെയാണ് എന്ന് പറഞ്ഞു തരാൻ പലരും തയ്യാറായില്ല എന്നുള്ളതാണ്. കാരണം അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്ത ഇംഗ്ലീഷുകാരൻ അദ്ദേഹത്തുമായിട്ട് ഞാൻ കണക്ട് ചെയ്തു. പക്ഷെ അദ്ദേഹം പറഞ്ഞത് അത് ഡിസ്ക്ലോസ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള, അതൊരു പേഴ്സണൽ പ്രോപ്പർട്ടിയാണ് എന്നുള്ള രൂപത്തിലാണ് പറഞ്ഞത്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. പക്ഷേ അത് നമ്മുടെ ഹിറ്റ് ലിസ്റ്റിലുണ്ട്. വൺ ഡേ നമുക്കവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ആ ഒരു ക്ഷമാപണത്തോടു കൂടി ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ യാത്ര നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ കൂടെ ഫിറോസൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ രതീഷ് ശർമാനോൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ചേർന്നിട്ടാണ് തായ്ലാൻഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. തായ്ലാൻഡിൽ 2ആയിട്ടാണ് ഞാൻ തരംതിരിക്കുന്നത്. ഒന്ന് പട്ടായ, അതേപോലെ തന്നെ രണ്ടാമത്തത് ബാങ്കോക്ക്. രണ്ടും 2 കൾച്ചറാണ് ഓട്ടോമൊബൈൽ മേഖലയിൽ. ഇപ്പോൾ നമ്മൾ പട്ടായയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പോയത് വാനിലായിരുന്നു നമ്മൾ പട്ടായയിലേക്ക്, അതായത് എയർപോർട്ടിൽ നിന്ന് അങ്ങോട്ട് പോയത്. അങ്ങനെ നമ്മൾ പോയി അവിടെ എത്തുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം വെച്ചാൽ റോഡുകളൊക്കെ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആട്ടോ. നല്ല, അതായത് നമ്മളിപ്പോൾ മറ്റു പല രാജ്യങ്ങളും കാണുമ്പോൾ അത്ര ഭയങ്കര സെറ്റപ്പ് ഒന്നും പറയും, പക്ഷേ തീർച്ചയായും ഭയങ്കര നീറ്റാണ്, ക്ലീനാണ്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല റോഡുകളാണ്, അത്യാവശ്യം നല്ല വെൽ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ് തായ്ലാൻഡിലുള്ളത്. പിന്നെ അവർ ശ്രദ്ധിച്ചൊരു കാര്യം, ഇടയ്ക്കൊക്കെ മരങ്ങൾ വെക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യമായിട്ട് തോന്നി. മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡിസിപ്ലിനാണ് അവിടുത്തെ ആൾക്കാരുടെ ഡ്രൈവ്. ഇടയ്ക്ക് മറ്റേ ബൈക്കുകാരൊക്കെ നിയമം തെറ്റിച്ച് ലെഫ്റ്റ് സൈഡിലൂടെയും ഇതിലൂടെയും ഇടയിൽ കൂടെയൊക്കെ കയറി പോകുന്നുണ്ട്. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബഹുമാനം നിലനിർത്തുന്ന ഒരു ഡ്രൈവായിട്ട് എനിക്ക് തോന്നി. ഉദാഹരണത്തിന് ആളുകൾ ഞങ്ങളുടെ ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, അതായത് വളയാൻ വേണ്ടിയിട്ട് മറ്റേ ആളുകൾ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു അർജൻറ്റ് സിറ്റുവേഷൻ, ഇപ്പോൾ ഞാനൊരിക്കൽ ഒരു ക്യാബിൽ യാത്ര ചെയ്ത സമയത്ത്, ഞങ്ങൾ ക്യാബിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ഡ്രൈവർക്ക് കുറച്ച് പെട്ടെന്ന് കയറേണ്ടി വന്നപ്പോൾ അയാൾ കയറിയപ്പോൾ അപ്പുറത്തെ ഡ്രൈവറെ സോറി എന്ന് തലകുനിച്ച് അഭിവാദ്യം ചെയ്യുന്നൊരു കാഴ്ച ഞാൻ കണ്ടു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. അതായത് പരസ്പരം ഒരു റെസ്പെക്റ്റ് നിലനിർത്തിയിട്ടുള്ള ഒരു യാത്ര തായ്ലാൻഡിൽ ആ ഒരു ഡ്രൈവിംഗ് കൾച്ചറിൽ ഞാൻ കണ്ടു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ പട്ടായനെ കുറിച്ച് പറയുന്ന സമയത്ത് പട്ടായയിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട വാഹനങ്ങൾ ടൊയോട്ട എന്ന് പറയുന്ന നിർമ്മാണ കമ്പനി, ഇസൂസു, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മിത്സുബിഷി, നിസാൻ തുടങ്ങിയിട്ടുള്ള വാഹന നിർമ്മാണ കമ്പനികൾ. അതായത് മെഴ്സിഡീസും BMW ഒക്കെ 1-2 വാഹനങ്ങൾ വല്ലപ്പോഴും കണ്ടു എന്നല്ലാതെ ലക്ഷറി വാഹനങ്ങൾക്ക് വലിയ ഒരു പ്രാധാന്യമായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ അവിടെ വെൽഫെയറുകൾ ധാരാളമുണ്ട്. മറ്റൊരു കാര്യം, വെൽഫെയറിൻ്റെ ലോഗോ പലയിടത്തും വ്യത്യാസമുണ്ട്. അതായത് ടൊയോട്ടയുടെ സബ്സിഡറി ബ്രാൻഡുകളുടെ ലോഗോ ടൊയോട്ടയിൽ പ്ലേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്. അത് ശരിയാവുന്ന തരത്തിൽ വെൽഫെയറിൻ്റെ ഫ്രണ്ടിലേക്കൊക്കെ വരുന്ന സമയത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ലോഗോ. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ടൊയോട്ട സഫാരിയുടേത്. അതിനകത്ത് ശ്രദ്ധിച്ചാൽ എനിക്ക് മനസ്സിലാവും വ്യത്യസ്തമായിട്ടുള്ള വേറൊരു ലോഗോ ആണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഫോട്ടോ ഞാനിവിടെ ആഡ് ചെയ്യാം. അപ്പം അങ്ങനെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടായയിൽ നമ്മൾ കണ്ട മറ്റൊരു കാര്യമാണ് തുക്തുക്ക്. നമ്മൾ തുക്തുക്കിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ പട്ടായയിലെ തുക്തുക്ക് നമ്മൾ ബാങ്കോക്കിൽ നമ്മൾ വീഡിയോ ചെയ്ത പോലത്തെ തുക്തുക്കല്ല. ഇവിടെ നമ്മൾ ശരിക്കും ഇസൂസു ഡിമാക്സ് അല്ലെങ്കിൽ ടൊയോട്ട ഹൈലെക്സ് തുടങ്ങിയിട്ടുള്ള വാഹനങ്ങൾ ബാക്കിലത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മളെ ക്യാരിയിങ് ഏരിയ, പേലോഡ് ഏരിയ, ആ ഏരിയയിൽ സീറ്റ് വെച്ചിട്ട് അതിനകത്ത് 10-15 ആളുകളൊക്കെ ഇരുത്തി ട്രാവൽ ചെയ്യുന്ന, അതിങ്ങനെ പരസ്പരം ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള ഒരു തുക്തുക്കാണ്. 10 രൂപ തുക്തുക്ക് എന്ന് വിശേഷിപ്പിക്കുക. നമ്മളതിൽ കയറിയ 10 തായ് ബാത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു റൗണ്ട് കറങ്ങി വരാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതെനിക്ക് അവിടുത്തെ ജനകീയ ട്രാൻസ്പോർട്ടേഷൻ രീതി എന്ന് വേണമെങ്കിൽ നമുക്ക് ആ തുക്തുക്കിനെ വിശേഷിപ്പിക്കാം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പട്ടായയിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ച മറ്റൊരു വളരെ പ്രധാനപ്പെട്ടൊരു സാധനമായിരുന്നു ഒരു റിസോർട്ട് വിത്ത് ഫുൾ കാരവൻ. അതായത് നമ്മൾ ശരിക്കും ഈ
വലിച്ചു കൊണ്ടുപോകുന്ന ക്യാരവനുകൾ കണ്ടിട്ടില്ലേ? അതായത് നമ്മളെ ക്യാരവൻ ബസ്സുകൾ അങ്ങനെ അല്ലാതെ ഇപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ പോയ ആളുകൾക്കറിയാം, വേറൊരു ട്രക്കിൽ കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ഗൾഫിലൊക്കെ നമ്മളൊരു വലിയ വാഹനത്തിൽ കണക്ട് ചെയ്തുകൊണ്ട് വലിച്ചു കൊണ്ടുപോകുന്ന ഒരുപാട് ക്യാരവനുകൾ നമുക്ക് കാണാൻ പറ്റും. അത്തരത്തിലുള്ള ക്യാരവനുകൾ ധാരാളം നിർത്തിയിട്ടുള്ള റിസോർട്ട്. ഒരു റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാരവനാണ്. ആ ക്യാരവനകത്ത് ബെഡ്റൂം ഉണ്ട്, ടോയ്ലറ്റ് ഉണ്ട്, അതിന് വേണ്ടി ഫെസിലിറ്റീസ് ഉണ്ട്. അതിന് മുമ്പിലേക്ക് നമ്മളൊരു പന്തൽ പോലെ ഓല കൊണ്ട് ഇറക്കിയിട്ട് അതിനകത്ത് ഒരു കസേരയും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് അങ്ങനെ ക്രമീകരിച്ചിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു റിസോർട്ടിൻ്റെ ആശയം. ശരിക്കും ദുബായിൽ നമ്മൾ പോയ സമയത്ത് ടാക്സി റെസ്റ്റോറൻറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് കാറുകളൊക്കെ നിർത്തിയിട്ട്, അതിപ്പം നമ്മുടെ നാട്ടിലും പലപ്പോഴും വന്നു, അത് തായ്ലാൻഡിലും തെരുവിലൊക്കെ നമ്മൾ കണ്ടു. ഇപ്പം കൊച്ചി എയർപോർട്ടിന് മുമ്പിൽ അങ്ങനെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അതായത് ഒരു വാന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഭാഗം കിച്ചൺ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു കുഞ്ഞു റെസ്റ്റോറൻറ്റുകൾ. അതേപോലത്തെ ഒരുപാട് വാഹനങ്ങൾ നിർത്തിയിട്ടാണ് ദുബായിൽ ടാക്സി റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. അതേപോലെ ഒരു കാരവൻ റിസോർട്ട് തായ്ലാൻഡിൽ നമ്മൾ കണ്ടു. അത് നല്ല രസമുള്ള ഒരു ബീച്ച് റിസോർട്ടാണ്. ബീച്ചിനോട് ചാരിയിട്ടാണ് നിൽക്കുന്നത്. നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐഡിയ ആയിട്ട് അതെനിക്ക് തോന്നി. അതിൻ്റെ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പങ്കുവെക്കുന്നതാണ് കേട്ടോ. ഇതേ സംഭവം തന്നെ നമ്മൾ ബാങ്കോക്കിലേക്ക് വന്ന സമയത്ത് കഥയാകെ മാറി. അതായത് റോട്ടിൽ നമ്മൾ പട്ടായയിൽ കണ്ടിട്ടുണ്ടായിരുന്ന നിസാനും ടൊയോട്ടൊക്കെ ആണെങ്കിൽ ബാങ്കോക്കിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടി പ്രീമിയം ആയിട്ട് എനിക്ക് തോന്നി. ഒരുപാട് മെഴ്സിഡീസ് വാഹനങ്ങൾ, ഒരുപാട് ബെൻസിൻ്റെ BMW i8 സ്പോട്ട് ചെയ്തു. അതുപോലെ തന്നെ ലണ്ടൻ ടാക്സി നമ്മൾ പലപ്പോഴും അത് ടാക്സി ആയിട്ട് തന്നെ ബാങ്കോക്കിൽ സ്പോട്ട് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ അവിടെ മെട്രോ ഉണ്ട്. എന്നാൽ മെട്രോ ഉണ്ട് എന്നുള്ളതിനേക്കാളും എനിക്ക് രസകരമായിട്ട് തോന്നിയെന്ന് വെച്ചാൽ മെട്രോയുടെ പാലത്തിൻ്റെ താഴെ അതേ ഇതിൽ ആളുകൾക്ക് നടക്കാൻ ഒരു വാക്കിംഗ് ഏരിയ കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് മുകളിൽ മെട്രോ പോകുന്ന ലൈനിൻ്റെ താഴെ റോഡിൻ്റെ മുകളിലായിട്ട് നമുക്കിങ്ങനെ നടക്കാം. അങ്ങനത്തിലൊരു വാക്കിംഗ് ഏരിയ ക്രിയേറ്റ് ചെയ്ത് അതൊരു നല്ല ഐഡിയ ആയിട്ട് എനിക്ക് ബാങ്കോക്കിലേക്ക് വന്ന സമയത്ത് തോന്നി. അതൊരു നല്ല ആശയം. ശരിക്കും എന്താ പറയുക, ട്രാഫിക്കിനിടയിലൊന്നും പെടാതെ ആളുകൾക്ക് നടന്നു പോകാൻ പറ്റുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്നതിനെ വിശേഷിപ്പിക്കാട്ടോ. അത് നല്ലൊരാശയമായിട്ട് എനിക്ക് തോന്നി. മറ്റൊരു കാര്യം, നമ്മൾ ബാങ്കോക്കിലേക്ക് വന്ന സമയത്ത് അതുപോലെ പട്ടായയിലും നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു ബസ്സുകൾ. പ്രധാനമായിട്ടും അത്തരത്തിലുള്ള ബസ്സുകൾ ഞാൻ കണ്ടത് അവിടുത്തെ സഫാരി വേൾഡ് സന്ദർശിക്കാൻ പോയപ്പോഴാണ്. ധാരാളം ലൈറ്റുകൾ വെച്ചുകൊണ്ട് ആഡംബരമായിട്ടുള്ള ബസ്സുകൾ, അതായത് നമ്മളുടെ ടൂറിസ്റ്റ് ബസ്സുകളുടെ ഒരു വേറെ ലെവൽ സംഭവം അങ്ങനെ വിശേഷിപ്പിക്കാം. അത്തരത്തിലുള്ള ധാരാളം ബസ്സുകൾ നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള, അതായത് ഫ്രണ്ടിൽ ഇങ്ങനെ നിരനിരയായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ലൈറ്റുകൾ, അതിനകത്ത് ടേബിൾ ഫെസിലിറ്റി ഉണ്ട്, ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ, ആളുകൾക്ക് ഇരിക്കാൻ നല്ല കുഷ്യനുള്ള സീറ്റുകൾ, ഡബിൾ ഡെക്കർ ബസ്സുകളാണ്. അതിൻ്റെ നിർമ്മാണ വൈഭവം അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. അത്തരത്തിലുള്ള ബസ്സുകൾ കണ്ടു. പിന്നെ ട്രക്കുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ട്രക്ക് എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ഡ്രൈവിംഗ് ക്യാബിൻ, പിന്നെ അതിനോട് ചെയ്തിട്ടൊരു പേലോഡ് ഏരിയ കഴിഞ്ഞു. പക്ഷേ ഇതിന് ഇവിടെ എന്ന് വെച്ചാൽ അത് കെട്ടി വലിക്കുന്ന മറ്റൊരു പേലോഡ് ഏരിയയും കൂടി, അതായത് പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ട്രക്ക് സിസ്റ്റം കൂടി തായ്ലാൻഡിനകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തായ്ലാൻഡിൽ എനിക്ക് തോന്നുന്നു ട്രക്കുകൾക്കും അതുപോലെ തന്നെ വാനുകൾക്കും ഒക്കെ വലിയ പ്രാധാന്യമുണ്ട്. അതുപോലെ പിക്കപ്പുകൾക്കും നല്ല പ്രാധാന്യമുണ്ട്. എനിക്ക് തോന്നുന്നു അവർ കുറേ ആളുകളൊക്കെ കൃഷി ഓറിയൻറ്റഡ് ആയിട്ട് നമ്മളൊരു ഇപ്പം ഫിറോസിക്കൻ്റെ മുതലിന് ചുടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു ഫാം സന്ദർശിക്കാൻ പോയ സമയത്ത് ധാരാളം കൃഷിയിടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ വലിയ വലിയ കണക്റ്റഡ് ആയിട്ടുള്ള ലോറികളൊക്കെ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും ടൗൺഷിപ്പിലേക്കൊന്നും അത് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെ ഒരു കൾച്ചർ കൂടി തായ്ലാൻഡിൽ നമ്മൾ കണ്ടു. അപ്പം തായ്ലാൻഡ് യാത്രയിൽ ഞാൻ ശ്രദ്ധിച്ച തായ്ലാൻഡിൻ്റെ ഡ്രൈവിങ് ആ ഒരു അറ്റ്മോസ്ഫിയറിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. അതായത് വ്യത്യസ്തമായിട്ടുള്ള ഒരു തായ് കാഴ്ച എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. നല്ല ഡ്രൈവിംഗ് കൾച്ചർ തന്നെയാണ്. അധികം ഹോണടികൾ കേൾക്കാത്ത, പരസ്പരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരസ്പരം ബഹുമാനിക്കുന്ന, സിഗ്നലുകളൊക്കെ കാത്തു നിൽക്കുന്ന, അത് സൈക്കിളാണെങ്കിലും സ്കൂട്ടറാണെങ്കിലും കാറാണെങ്കിലും സിഗ്നലുകൾ ബഹുമാനിക്കുന്ന ഒരു ഡ്രൈവിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് കൾച്ചർ തായ്ലാൻഡിനകത്തുണ്ട്. അത് വളരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇതൊരു കാര്യം കൂടി പറയേണ്ട, അവസാനമായിട്ടൊരു കാര്യം കൂടി. ഇപ്പോൾ നമ്മൾ അവിടുത്തെ കഫേകളിലൊക്കെ, ഈവനിങ് കഫേ അല്ലെങ്കിൽ നൈറ്റ് മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ധാരാളം ഫ്ലൈറ്റുകൾ കാണാം. നമ്മളൊരു ഫ്ലൈറ്റിൻ്റെ വീഡിയോ പങ്കുവച്ചില്ല, അതേപോലത്തെ തന്നെ അതിനകത്ത് കയറാനൊന്നും പറ്റില്ല. പക്ഷെ വെറുതെ വലിയ വിമാനങ്ങൾ A330 ഒക്കെ പോലത്തെ വലിയ വലിയ വിമാനങ്ങളെ പാർക്ക് ചെയ്ത് അതിൻ്റെ താഴ്ഭാഗത്ത് ഇരുന്ന് ചായ കുടിക്കാനും മ്യൂസിക്കും അങ്ങനെ വൈബും ഒക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ആളുകൾക്ക് വന്നിരിക്കാനും ഒക്കെ പറ്റുന്ന കുറേ സംഭവങ്ങൾ. അപ്പോൾ എല്ലാ നൈറ്റ് മാർക്കറ്റുകളെയും ഒരു വിമാനവും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന പോലെ തോന്നി. തായ്ലാൻഡിൻ്റെ പല ഭാഗങ്ങളിലും അത്തരത്തിൽ ഡാംപ്ഡായിട്ടുള്ള, അതായത് കേട് വന്നിട്ട് ഒഴിവാക്കിയിട്ടുള്ള വിമാനങ്ങൾ നിർത്തിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മളും ഒരു വീഡിയോ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ആ ഒരു ഭാഗം കുറച്ച് കാണാൻ പറ്റും. അതേപോലെ പല സ്ഥലങ്ങളിലും ഉണ്ട്. പലരും വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പങ്കുവെച്ചതായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട്.
അപ്പം ലോകത്തിലെ വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ഒരു വിനോദസഞ്ചാര നാട്ടിലെ ഓട്ടോമൊബൈൽ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെച്ചത്. നമ്മൾ കണ്ട കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. അപ്പം ശരിക്കും തായ്ലാൻഡിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. അവരുടെ ആ ഒരു നൈറ്റ് മാർക്കറ്റിൻ്റെ സ്റ്റൈൽ എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും ഒരുപാട് വാഹനങ്ങൾ ഒരുപക്ഷെ ഇതുപോലെ കേടുവന്ന്, നമ്മളൊക്കെ പല എയർപോർട്ടിലൊക്കെ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും, കേടുവന്ന് മണ്ണടിഞ്ഞു പോകുന്ന ഒരുപാട് വിമാനങ്ങൾ കൂട്ടിയിട്ട് നശിച്ചു പോകുന്നത് നമുക്ക് കാണാം. അതിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ പ്രൈവറ്റായിട്ട് ആർക്കെങ്കിലുമൊക്കെ കൊടുത്ത് അതൊക്കെ റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ നൈറ്റ് മാർക്കറ്റോ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ മോഡിഫിക്കേഷനെ കുറിച്ച് വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഇന്ത്യ രാജ്യത്ത് അത് അനുവദനീയമല്ല. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും അവരത് ചെയ്ത രീതി നല്ല രസമുണ്ട്. നമുക്കൊരു എന്തൂസിയാസ്റ്റ് എന്നുള്ള നിലയ്ക്ക് കാണുന്ന സമയത്ത് നമുക്കൊരു ഫീൽ ഗുഡ് തരുന്ന കുറച്ച് കാഴ്ചകളായിരുന്നു അത്. അതിൽ നിന്ന് പഠിക്കണം എന്നുള്ള ഞാൻ പറഞ്ഞത്. ജസ്റ്റ് അത് നല്ലതായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഇത്രയൊക്കെയാണ് തായ്ലാൻഡിലെ പട്ടായയിലും ബാങ്കോക്കിലും സഞ്ചരിച്ച സമയത്ത് നമുക്ക് തോന്നിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇത് ഫ്ലൈവീൽസ് ഇന്ത്യ സ്പോൺസർ ചെയ്യുന്ന കാർ ഹണ്ട് സീസൺ 2 അവസാനത്തെ വീഡിയോ ആണ്. തായ്ലാൻഡിനെ കുറിച്ചൊരു ലഘു വിവരണം, അവിടുത്തെ ഓട്ടോമോട്ടീവ് കൾച്ചറിനെ കുറിച്ചൊരു ലഘു വിവരണം നൽകുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.